ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെഡ് വാർ എങ്ങനെ കളിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. പിന്നെ നോക്കിയാൽ കാണാം എൻ്റെ സ്കിന്ന് മാറിയെന്നു. ആദ്യം നമ്മൾ ഈ സ്കിന്നായിരുന്നു, ഇപ്പോൾ നമ്മൾ ഈ സ്കിന്നാക്കിയെന്നു. പിന്നെ നമ്മളെ ലോഗോയിനെ മാറ്റിയെന്നു. ലോഗോ ആദ്യം ഇങ്ങനത്തെയെന്നു, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയെന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ബെഡ് വാർ കളിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കളി തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ ഇവിടെ ഒരു ബെഡ് കാണാം. ഇത് ഇപ്പോൾ നമ്മളെ ബെഡാണ്. നമ്മളെ ബെഡ് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും പൊട്ടിച്ചിട്ട് നമ്മൾ അടിക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഡെഡാവും. ഇപ്പോൾ നമ്മൾ റീസ്പോൺ ആവാനുള്ള കാരണം നമ്മളെ ബെഡ് ആരും പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ബെഡ് പൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മൾ അടിക്ക് വീണെങ്കിൽ നമ്മൾ കളി തോറ്റു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം കാണാം. ഈ സാധനത്തിൽ നിന്ന് നമുക്ക് അയൺ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിയോണ്ട് നിൽക്കും. പക്ഷേ ഒരു സെക്കൻഡൊക്കെ കഴിയേണ്ടി വരും. ഈ അയൺ വെച്ചിട്ടാണ് നമുക്ക് ബ്ലോക്ക് പിന്നെ വാള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക. എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ 13 അയൺ ഉണ്ട്. ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് 13 അയണായിട്ട് ചില സാധനങ്ങളൊക്കെ വാങ്ങാം. ഇപ്പോൾ ഞാനൊരു സ്റ്റോണ് സോഡും പിന്നെ വൂളുമാണ് ഞാൻ വാങ്ങിയത്. വൂള് പറയുമ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പോൾ ഈ 16 വച്ചിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബ്രിഡ്ജ് ചെയ്യണം. അപ്പോൾ ബ്രിഡ്ജ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്താണ്ട് പോയാൽ മതി. ഇത് നമ്മൾ ഇവിടെ ഒരു വൂൾ വെച്ച് ചാടണു. നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് 5 ഡയമണ്ട് കിട്ടി. ഈ 5 ഡയമണ്ട് ആയിട്ട് നമുക്ക് ഡയമണ്ട് സോഡ് വാങ്ങാൻ പറ്റൂല. പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനൊരു സോഡും വൂളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് വീണ്ടും ഡയമണ്ട് എടുക്കാൻ പോവുക. നമുക്കൊരു ഡയമണ്ട് കിട്ടി. അപ്പുറത്തെ ബേസിക്ക് നമുക്ക് പോകണം. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു പ്ലെയർ. അപ്പോൾ നമ്മളിവിടെ ഒരു അറ്റാക്ക് ചെയ്യണ സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനവിടെ ജയിക്കാൻ കവർ ചെയ്ത് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബുദ്ധിപരമായി കളിക്കണം. കാരണം നമ്മൾ അവൻ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഡയമണ്ട് എടുത്തിട്ട് നേരെ ബേസിക്ക് പോവുകയാണ്. ഇനി ആ പ്ലെയർ വരാതിരിക്കാൻ വേണ്ടി ഒരു 2 ബ്ലോക്ക് വയ്ക്കുക. സേഫ്റ്റി നമുക്ക് എപ്പോഴും വേണ്ടതാണ്. ഇനി ഈ ഷോപ്പിൽ നിന്ന് ബെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർഫുൾ ബ്ലോക്കാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ 2 ഡയമണ്ട് വെച്ച് ഇത് വാങ്ങാൻ പറ്റും. ഇത് വെച്ചിട്ട് നമ്മളെ ബെഡ് കവർ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ബ്ലോക്ക് പൊട്ടൂല. കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധാ വൂളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടും. ഇനി നമ്മളെ ഈ ബ്ലോക്ക് ഉണ്ടോ, പൊട്ടാൻ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഒരു പിക്കാക്സ് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്. അത് വാങ്ങിയാൽ മാത്രമേ പൊട്ടിക്കാൻ പറ്റുക. അയൺ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് 20 അയണാണ് കിട്ടിയത്. ഈ 20 അയണായിട്ട് നമുക്ക് ഒരു ചെയിൻ ആർമർ മേടിക്കുക. ഒരു 4 ഡയമണ്ട് ഇവിടുന്ന് കിട്ടിയിരുന്നു. ഇനി ഇതായിട്ട് നമുക്കൊരു അയൺ പിക്കാക്സ് വാങ്ങാം. ആ ബേസിലത്തെ പ്ലെയർ എന്തായാലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആ പ്ലെയർ എന്തായാലും അടിക്ക് വന്നു. നമുക്കെന്തായാലും ബെഡ് പൊട്ടിക്കുക പ്ലെയറിൻ്റെ. ഇപ്പോൾ നമ്മൾ പിക്കാക്സ് എടുത്ത് വന്നത് വലിയ അബദ്ധമായി. നമ്മൾ ആക്സാണ് എടുത്ത് വരണ്ടേന്ന്. പ്ലെയർ സ്പോണായി. നമുക്കൊരു ഫൈറ്റ് എടുത്തിട്ട് ബെഡ് പൊട്ടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് എടുത്തിട്ട് ഒരാളെ കൊല്ലണ്ടേ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമുക്കെന്തായാലും പ്ലെയറിൻ്റെ ബെഡ് പൊട്ടിക്കാം. അപ്പോൾ വീണ്ടും നമ്മളൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇതിൽ മിക്കവാറും നമ്മൾ ഡെഡാവും. അപ്പോൾ വീണ്ടും ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഈ പ്ലെയറാണെന്ന് വെച്ചാൽ അനങ്ങാതൊക്കെ ഉണ്ട്. എന്താവോ ഇറങ്ങിപ്പോയോ ഇനി കളിയിൽ നിന്ന്? ഇല്ല, ഓടുണ്ട്. നമ്മളാണെന്ന് വെച്ചാൽ പിന്നാലെ വച്ച് പിടിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ആ പ്ലെയർ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു മേലേക്ക് വെച്ച് പോയിട്ട്. നമ്മളെന്തായാലും ആ പ്ലെയറിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. നമ്മളെ ബെഡ് അവൻ പൊട്ടിച്ചു. ഇനി വേറെ വഴിയില്ല. നമ്മൾ വിചാരിച്ചാൽ എന്തൊന്നുമില്ല. പ്രോ പ്ലെയറാണ്. നമ്മളടിച്ചിട്ടുന്നു. ഇപ്പോൾ നമ്മളെ ബെഡ് പൊട്ടിച്ചുകൊണ്ട് നമ്മളെ കളി എന്തായാലും നമ്മൾ തോറ്റുപോലെ. അപ്പോൾ ഈ കളിച്ച കളിയിൽ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇത് ഫുള്ള് കളിക്കാനും പറ്റിയില്ല. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ തോറ്റു. അപ്പോൾ പാർട്ട് 2 നമ്മൾ എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.